and welcome back to our channel. നമ്മുടെ ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് വ്ളോഗാണ് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒത്തിരി നാളായി ഈ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും എനിക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം, പക്ഷേ വീഡിയോ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എനിക്ക് തന്നെ അറിഞ്ഞൂടെ അതെങ്ങനെയാണ് വരണേന്ന്. ഒരു എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടത് 3 പഴം. ഈ പഴം ആക്ച്വലി ഞാൻ ഫ്രിഡ്ജിൽ, നിങ്ങളിങ്ങനെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. ഫ്രിഡ്ജ് വെച്ചത് പെട്ടെന്ന് ചീത്തയായിരിക്കും. വെളിയിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ല. ചീത്ത ആകത്തില്ലായിരിക്കും, ഇങ്ങനെ കളറ് മാറും. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും എടുത്തില്ലെങ്കിൽ ഈ ഏത്തപ്പഴം നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഏത്തപ്പഴം എടുക്കാം. നമ്മളിത് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, ആകെ ഒരു മുട്ടയും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ആ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡേറ്റ് കഴിയാറായി. അപ്പോൾ ഇത് എനിക്ക് എടുത്ത് തീർക്കണം. ഇതെല്ലാം ഞാൻ എടുത്ത് തീർക്കലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഇഡ്ഡലി തട്ടിൽ പഴം പുഴുങ്ങാനായിട്ട് വയ്ക്കാം. പഴം പുഴുങ്ങിയിട്ടാണ് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പച്ച ചുവയ്ക്കും. അപ്പോൾ നമുക്ക് ഓരോരോ പഴമായി, ഓരോരോ പഴം, 3 പഴമേ ഉള്ളൂ. 3 പഴം വേവിക്കാൻ വയ്ക്കാം. യെസ്, നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടുതൽ വെന്ത് പോയാലും കുഴപ്പമില്ല, നമുക്ക് എനിവേ ഉടച്ചെടുക്കാനുള്ള കേട്ടോ. ഈ പഴം പുഴുങ്ങാൻ വെക്കുമ്പോൾ എങ്ങനെയാണ് വേവണേന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പഴത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് വരികയാണെങ്കിൽ പഴം വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇത് കൂളാവുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു മുട്ട അടിച്ച് വയ്ക്കണം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മുട്ട ബീറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇത് കുറച്ചൊരു 4-5 എടുത്തിട്ട് ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് പോലെ ആക്കിയെടുക്കണം. ഈ മുട്ടയിലോട്ട് ഞാൻ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുട്ട കുറവാണെങ്കിൽ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ നേരം പാല് മിക്സ് ചെയ്യാം. കാരണം പാലും ഇതും കൂടെ നല്ലോണം ചേർന്ന് പൊക്കോളും. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം മുക്കി പൊരിക്കാൻ മാത്രമുള്ള മുട്ട ഉണ്ടാവും. ഇനി നമുക്ക് ഈ പഴം ഇതിനകത്ത് നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കണം. പഴമേ ഉള്ളൂ, കുറച്ചധികം പഴം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിപ്പോൾ ബ്രെഡ് ക്രംസ് കൂടുതലാണ്, സാരിൽ നമുക്ക് അത് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇനി ഇത് നമ്മൾ പണ്ട് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കത്തില്ലായിരുന്നു, അതേപോലെ ഇതിങ്ങനെ എന്താണ് ഉടച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട്. ഇങ്ങനെ ഉടക്കുമ്പോൾ എനിക്ക് അച്ഛമ്മ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ ഉടച്ച ഇത് തരാം. ഇതിനകത്തുള്ള മറ്റേ ബ്ലാക്ക് കളറുള്ള കുരുവില്ലേ, ആ കുരു മാറ്റിയിട്ട് തരും. ഞാൻ വലുതായതിനു ശേഷം വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ, 5 ഒരു 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ ആ ടൈമിലൊക്കെ എനിക്ക് അങ്ങനെ തരുമായിരുന്നു. ഇത് ഓൾറെഡി നല്ലോണം വെന്തിരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഉടയ്ക്കാൻ നല്ല എളുപ്പമാട്ടോ. അങ്ങ് ഉടഞ്ഞ് വരുന്നുണ്ട്. ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന കണക്കിങ്ങനെ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ ഇതൊക്കെ. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചൂടാക്കാൻ വെക്കാം. കുറച്ച് നാടൻ പലഹാരമായിക്കോട്ടെ. ഇത് വെച്ചിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞൊരു പഴംപൊരി ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും. ഇത് വെച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിക്കണം കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നി എന്നാൽ ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ കൂടി കാണാമല്ലോ, നോക്കിയിട്ടേ. ഇത്
പൊട്ടയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാണണം കേട്ടോ. എനിക്ക് പഴം കൊണ്ടുള്ള എല്ലാ ഡിഷസും ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി എനിക്ക് ഏത്തപ്പഴം കൂടുതൽ ഇഷ്ടമാണ്. ചെറിയ ചെറിയ പഴങ്ങളാണെങ്കിൽ നാലിപ്പൂവ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് പുകഞ്ഞു പോകും. ഓക്കെ, ഒരെണ്ണം എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി ഇത് ചെയ്യാം. അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ടുണ്ട്. ഈ ഉരുട്ടിയിട്ടുള്ള നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, മുട്ടയിലോട്ട് ഇങ്ങനെ ഇടണം. മുട്ടയിലോട്ട് ഇട്ടതിന് ശേഷം ഇത് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. നമ്മൾ മറ്റേ എന്തുവാ കട്ട്ലറ്റ് ഉണ്ടാക്കില്ലേ, അതേ സെയിം സംഗതി തന്നെ കേട്ടോ. അതിങ്ങനെ ഇടണം. എന്നിട്ട് ഇത് ഒന്നും കൂടെ നമുക്ക് മുട്ടയിലോട്ട് ഇടാം. എന്നിട്ട് ഒന്നും കൂടി ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. അപ്പോൾ ഡബിൾ കോട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ ഒരു 3-4 എണ്ണം ചെയ്ത് വയ്ക്കാം. പെട്ടെന്ന് ഇടാലോ. ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മിക്സ് ചെയ്യണം കേട്ടോ, കാരണം ബ്രെഡ് ക്രംസ് ഒക്കെ തിരിച്ച് അതിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് ചുടാനായിട്ട് വയ്ക്കാം. ഇത് കണ്ടിട്ടേ നമ്മുടെ മറ്റേ തേങ്ങ കൊണ്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം ഇല്ലേ, അതേപോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. ഇത് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് ഇച്ചിരി തീ കൂട്ടി വയ്ക്കാം. തീ കൂട്ടി വെച്ചാൽ ഇച്ചിരി കൂടി പെട്ടെന്ന് കാരണം ബ്രെഡ് ക്രംസ് ഒന്നും നമുക്ക് അത്ര മൊരിയോ ഇത് വേവേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നമ്മൾ വേവിച്ചെല്ലാം വെച്ചിരിക്കുന്നത്. ഒന്ന് ഡ്രൈ കരിഞ്ഞ മതി. എന്തോ പറയുന്നത്, തീ കുറച്ചിടാവേ. അപ്പം അത് കുക്കാവട്ടെ. കുക്കാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഈ ബാക്കി ഉണ്ടായിരുന്ന ഈ സാധനമില്ലേ, ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഉരുട്ടി പൊരിച്ചെടുക്കാം. വേസ്റ്റ് ആക്കണ്ടല്ലോ. എൻ്റെ ദൈവം, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടോയെന്ന് ദൈവത്തിന് അറിയാം. ഇങ്ങനത്തെയൊക്കെ ഡിഷുകൾ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇത് നമുക്ക് ലേശം വലുത് വേണ്ട, പരത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുക്കാവാൻ പാടില്ല. നമുക്ക് ചപ്പാത്തി എല്ലാം മറ്റേ പത്തിരിയൊക്കെ പോലെ പൊരിച്ച പത്തിരിയോ അതേപോലെ ഉണ്ടാക്കും. എനിക്ക് ഈ സംഗതികൾ മറിച്ചിടാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സും കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. അയ്യോ, അങ്ങനെ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇടയ്ക്കെങ്കിലൊക്കെ നമുക്ക് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കണം. നമ്മളെല്ലാവരും പറയണ എക്സ്ക്യൂസ് അതല്ലേ, ഇവിടെ വേറെ ആരും ഇല്ല. ഞാൻ മിക്കപ്പോഴും അതെ, ആരും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. എനിക്ക് മാത്രം കഴിക്കാനാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടിട്ട് കഴിക്കും. ഞാൻ ചോറും കറിയൊന്നും ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ചോറും അതിനകത്ത് ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് മാത്രം കഴിക്കാറുണ്ട്. പക്ഷെ എന്നല്ല, നമ്മളുടെ ഹെൽത്ത് നമ്മൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയുണ്ട്, ഞാൻ അങ്ങനെ കഴിക്കാനാണോ എൻ്റെ ദൈവമേ. ഇന്നിടെ ആരുമില്ല കേട്ടോ. ഇന്ന് അമ്മൂസ് ഇന്ന് വരുമോ എന്നറിയില്ല. അമ്മൂസ് ഇപ്പോൾ പുതിയ വീടെടുത്തതിന് ശേഷം അവൾക്ക് സ്വന്തമായിട്ട് ഒരു റൂം കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരാനായിട്ട് അവൾക്ക് മടിയാണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ബനാന ബോൾസ് ഞാൻ പേരിട്ട് തരും. ബനാന ക്രിസ്പി റോൾസ്.
റോളല്ല, ബോൾ. നല്ല കറുമുറ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പുറത്ത് ക്രിസ്പിയും അകത്ത് ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഞാൻ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അതിന് മതി ഞാൻ പഴംപൊരി ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കുകയോ ചെയ്യാം. ഇത് കുറച്ചധികം പണിയുണ്ട്. പഴംപൊരിക്കും സെയിം ഇതേപോലെ തന്നെയാണ് അല്ലേ, പക്ഷെ ഉരുട്ടിക്ക് എടുക്കണ്ടേ, അതിന് അത്രയും പാടില്ല തോന്നണ്. എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസ് മാത്രം കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാവേ. ഇച്ചിരി മധുരം കൂടി ഇടണമായിരുന്നു, പഞ്ചസാര ഇടണമായിരുന്നു അതിനകത്ത്. മധുരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ഇതിപ്പോൾ ഒരു ക്രിസ്പി സംതിങ് കഴിക്കണ പോലെയുണ്ട്. നോട്ട് ബാഡ്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. തെരുപ്പ് കയറിയാണ്.